പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും ചില മനുഷ്യൻ്റെ മുമ്പിൽ തല കുമ്പിട്ട് നിന്നിട്ടുണ്ട്. എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയൊരു പുതിയ പള്ളിയിലേക്ക് ചെന്ന് ആദ്യത്തെ ദിവസം വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ അവിടുത്തെ കപ്പ്യാരച്ഛൻ എൻ്റെ കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഒരു സങ്കടകരമായ വാർത്തയുണ്ട്. അച്ഛൻ വന്നല്ലേ ഉള്ളൂ, അത് പക്ഷെ പറയാതിരിക്കാനും ഒക്കത്തില്ല. നമ്മുടെ ഇടവകയിൽ ഒരു കുഞ്ഞ് മരിച്ചുപോയി, 4 വയസ്സേ ഉള്ളൂ. ഞെട്ടിപ്പോയി. പള്ളിയിലേക്ക് ആദ്യമായിട്ട് എന്നിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ചിറങ്ങിയപ്പോൾ ആദ്യത്തെ വാർത്തയാണ്. ഞെട്ടിപ്പോയി. ദൈവമേ, ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയതാ? മിടുക്കനായിരിക്കുന്ന കുഞ്ഞ്, 4 വയസ്സേ ഉള്ളൂ. അവന് പനിയും ജലദോഷവും ചുമയും കഫക്കെട്ടും ഒക്കെ ഉണ്ട്. അടുത്തുള്ള ക്ലിനിക്കിൽ നിന്ന് മരുന്നൊക്കെ മേടിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് ന്യൂമോണിയ ആയി അറിഞ്ഞില്ല. ഒരു സുപ്രഭാതത്തിൽ ആ കുഞ്ഞ് മറിഞ്ഞു വീണു. പ്രിയപ്പെട്ടവരെ, ബോധരഹിതനായി വീണു. ഇതിനെ കൊണ്ട് കോട്ടയത്തെ കാരിത്താസ് ആശ്വസിച്ചപ്പോൾ അവർ പറയുന്നു, അമൃതയിലോട്ട് എത്രയും പെട്ടെന്ന് കൊണ്ടുപോക്കൂ. പ്രിയപ്പെട്ടവർ അവിടുന്ന് എമർജൻസി ICU ആംബുലൻസിൽ അമൃതയിൽ ചെന്നു. അവിടെ ചെന്നു 10:30 മണിക്ക് അമൃതയിൽ ചെന്നു. 11:15 കുഞ്ഞ് മരിച്ചുപോയി. ഞാൻ ആ പള്ളിയിലേക്ക് ചെന്ന ആദ്യത്തെ ദിവസം എനിക്ക് ആ ഇടവാംഗങ്ങളെ ആരെയും അറിയത്തില്ല, ഒറ്റ വീട് അറിയത്തില്ല. കപ്പ്യാരോട് ചോദിച്ചിട്ട് ഞാൻ ആ വീട്ടിലേക്ക് പോകാനുള്ള റൂട്ടൊക്കെ എഴുതി മേടിച്ച് എൻ്റെ ബൈക്കും എടുത്ത് ഞാൻ നേരെ ആ വീട്ടിലേക്ക് പോയി. പോയ വഴിക്ക് 2 ചിന്തകളാണ് എൻ്റെ ഹൃദയത്തിൽ വലിയ വേദനയായിട്ട് കിടന്നു. ഒന്ന്, ഞങ്ങളെ സെമിനാരിയിൽ പഠിപ്പിച്ച ഞങ്ങളുടെ മൽപ്പാനച്ഛൻ എന്ന ചെറിയാങ്കോട്ടലച്ഛൻ, അച്ഛന് ഈ കുട്ടികളുടെ ശവസംസ്കാരം പഠിപ്പിക്കുന്ന സമയത്ത് ഓരോ പാട്ടും ഓരോ ക്രമവും കഴിയുമ്പോൾ ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും, ദൈവമേ, ഇതുങ്ങൾക്കാർക്കും, ഈ ശമ്മാശന്മാർക്കാർക്കും ഈ ഒരു ക്രമം നടത്താൻ ഇടയാക്കരുത്. കൊച്ചു കുഞ്ഞുങ്ങളുടെ ക്രമം ആദ്യമായിട്ട് ആ ക്രമം നടത്താൻ പോകുന്നു. 4 വയസ്സുള്ള കുഞ്ഞ് പെട്ടെന്ന് വീണ് മരിച്ചപ്പോൾ എന്തു പറഞ്ഞ് അപ്പനെ അമ്മയെ ആശ്വസിപ്പിക്കും? ഈ ചിന്തയോടുകൂടി ഞാൻ ആ ഭവനത്തിലേക്ക് ചെന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെന്നപ്പോൾ അവിടെ പന്തലിട്ടുകൊണ്ടിരിക്കുക മുറ്റത്ത്. ഞാനൊന്നും മിണ്ടാതെ എൻ്റെ ബൈക്ക് ഒതുക്കി വെച്ച് സാവകാശം സൈഡിൽ കൂടെ ആ വീട്ടിലേക്ക് കയറുമ്പോൾ ചെറുപ്പക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഓടി വന്ന് എൻ്റെ കയ്യെ കയറി പിടിച്ചു. എൻ്റെ കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, വാ അച്ഛാ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യെ പിടിച്ചോണ്ട് ആ മനുഷ്യൻ ഉള്ളിലേക്ക് പോയി. ചെന്ന് കയറിയപ്പോൾ അവിടുത്തെ ആ തിണ്ണ കഴിഞ്ഞ് നേരെ ചെന്നപ്പോൾ ഹാളിൽ ഒരു മൊബൈൽ മോർച്ചറി വെച്ചിരിക്കുന്നു. മൊബൈൽ മോർച്ചറിക്കകത്ത് മുഴുവൻ ചുമല റോസാപ്പൂക്കളുടെ ഇതൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. അതിൻ്റെ ഒത്ത നടുക്കി 4 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ കടത്തിയേക്കുന്നു. ഒറ്റ നോട്ടേ നോക്കിയുള്ളൂ, കണ്ണ് നിറഞ്ഞു തുളുമ്പി. ഞാൻ കണ്ണടച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ വന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് തലയ്ക്ക് നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു. 1ാമത്തെ ക്രമം ആരംഭിച്ചു. എൻ്റെ കൂടെ എന്നെ സ്വീകരിച്ച് ചെറുപ്പക്കാരൻ അവനാകാവുന്നത് പോലെ എൻ്റെ കൂടെ നിന്ന് ഈ പാട്ട് പാടാനും പ്രാർത്ഥനകൾക്കും സഹായിക്കുന്നുണ്ട്. ക്രമം തീർത്തു, ഒരു തരത്തിൽ തീർത്തെന്ന് പറയാം. പ്രിയപ്പെട്ടവർ, അത് കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ദുഃഖത്തിൻ്റെ പാനപാത്രം എന്നുള്ള പാട്ട് ഞാൻ പാടി. ഈ സമയത്ത് ഈ ചെറുപ്പക്കാരൻ വളരെ ശക്തിയോടുകൂടി, ഞാൻ തുടക്കം ഇട്ടതേ ഉള്ളൂ, വളരെ ശക്തിയോടുകൂടി പാട്ട് മുഴുവൻ ഈ ചെറുപ്പക്കാരൻ പാടി. പ്രിയപ്പെട്ടവരെ, ഇത് കഴിഞ്ഞു. ഇനി അടുത്തതെന്താ? ഉച്ച കഴിഞ്ഞ് ശവസംസ്കാരം, ഭവനത്തിലെ ശുശ്രൂഷ, അന്നേരം വരാം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ നിന്ന് പിൻവാങ്ങാൻ ഒരുങ്ങുമ്പോൾ ഈ കൂടെ എന്ന ചെറുപ്പക്കാരനോട് ഞാൻ കയ്യെ കയറി പിടിച്ചിട്ട് ചോദിച്ചു, ഈ കുഞ്ഞിൻ്റെ അപ്പനെ അമ്മയെ എനിക്കൊന്ന് കാണണം. എൻ്റെ വിചാരം ഇവർ എവിടെയെങ്കിലും തളർന്ന് ബോധരഹിതരായിട്ട് കിടക്കായിരിക്കും, സങ്കടപ്പെട്ട് കിടക്കായിരിക്കും. പെട്ടെന്ന് എനിക്ക് ഇവരുടെ ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെന്ന് കാണണമെന്ന് പറഞ്ഞ് തീർന്ന നിമിഷം എൻ്റെ കൂടെ നിന്ന് അന്നേരം വരെ ശക്തമായിട്ട് പാടിക്കൊണ്ടിരുന്ന മനുഷ്യൻ എന്നെ ഒറ്റ അലർച്ച, എന്നെ ഒറ്റ കെട്ടുപിടുത്തം കൂടി. എനിക്കൊന്നും മനസ്സിലായില്ല. ഈ മനുഷ്യന് വലിയ പൊക്കയില്ല, എൻ്റെ ചങ്കറ്റോ ഈ മനുഷ്യന് പൊക്കമുള്ളൂ. ഈ മനുഷ്യൻ്റെ കണ്ണ് നീര് കൊണ്ട് എൻ്റെ ചങ്കിൻ്റെ കുപ്പായം എല്ലാം കുതിർന്നു. പ്രിയപ്പെട്ടവർ, എന്ത് ചെയ്യണം എനിക്കൊന്നും മനസ്സിലാക്കി നിൽക്കുമ്പോൾ ഈ മനുഷ്യനോട് പറഞ്ഞു, അച്ഛൻ, ഞാനാണ് അച്ഛൻ്റെ അപ്പൻ. ഞെട്ടിപ്പോയി. കാരണം എന്താ? ഈ മനുഷ്യനാണോ ഇത്രയും നേരം എൻ്റെ കൂടെ നിന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ചത്, പാട്ട് പാടിയത്? ഞാനിങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഞാൻ എന്തിനാ അച്ഛാ ഭാരപ്പെടണേ, എൻ്റെ കുഞ്ഞ് എൻ്റെ കർത്താവിൻ്റെ അരികിലേക്കല്ലേ പോയേക്കണേ. എന്തൊരു വിശ്വാസം! ഞാൻ തലകൊമ്പിട്ട് പോയി. എത്ര വർഷമായി പ്രിയപ്പെട്ടവരെ വചനം പറയാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഈ വിശ്വാസത്തിലേക്ക് എത്താൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ എന്തിനാ അച്ഛാ ഭാരപ്പെടണേ, എൻ്റെ കുഞ്ഞ് എൻ്റെ കർത്താവിൻ്റെ അരികിലേക്കല്ലേ പോയേക്കണേ. ഞാൻ തിരിച്ചു പോന്നു. ഉച്ച കഴിഞ്ഞ് ഭവനത്തിലെ ശുശ്രൂഷ കഴിഞ്ഞു, ദേവാലയത്തിലെ അച്ഛന്മാർ വന്നവരെല്ലാം കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ അവസാന ഘട്ടമെത്തിയപ്പോൾ കൂടെയുള്ള വല്യച്ഛൻ എൻ്റെ കയ്യെ തട്ടിയിട്ട് പറഞ്ഞു, അവരോട് കൊച്ചിൻ്റെ തല മൂടാൻ പറ, തല മൂടാൻ പറ, മുഖം മൂടാൻ പറ. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ സാവകാശം വടക്ക് വശത്ത് ചെന്ന് ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ തല മൂടണം. ഇവൻ ദയനീയമായിട്ട് എന്നെ ഒന്ന് നോക്കി, വളരെ ദയനീയമായിട്ട് കരഞ്ഞുകൊണ്ട് ആ ത്രോണോസിംഗിലേക്ക് കുറേ നേരം നോക്കി നിന്നു.
വളരെ സാവകാശം നടന്ന് തെക്ക് വശത്തേക്ക് വന്നു. ഭാര്യയും മുത്തൊരു പെങ്കൊച്ചുണ്ട്, അവളും അവിടെ നിൽപ്പുണ്ട്. ഇവർ മൂന്ന് പേരും കൂടെ പ്രിയപ്പെട്ടവരെ കെട്ടിപ്പിടിച്ചു. അതിനുശേഷം ഇവരുടെ 3 പേരുടെ മുഖം ഈ കുഞ്ഞിൻ്റെ മുഖത്തിനോട് ചേർത്തിങ്ങനെ അങ്ങോട്ട് വെച്ചു. അതിന് തൊട്ട് മുമ്പ് ചേർത്ത് വെച്ചിട്ട് മുഖം മൂടുന്നതിന് തൊട്ട് മുമ്പ് ഈ അമ്മ ഒരു ഡയലോഗ്, അടുത്ത ഡയലോഗ് പറഞ്ഞു. ഈ അമ്മ ഒരു ഡയലോഗ് പറഞ്ഞു. അവനെ വീട്ടിൽ വിളിച്ചോണ്ടിരുന്നത് കുട്ടൂസേ എന്നാണ്. കുട്ടൂസേ, മുഖം മൂടുന്ന മുമ്പ് പറയുക, കുട്ടൂസേ, എല്ലാ ദിവസവും അപ്പയ്ക്കും അമ്മയ്ക്കും ചേച്ചിക്കും വേണ്ടി യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചോണം കേട്ടോ. എന്തൊരു വിശ്വാസം! പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ പറഞ്ഞതാണ്, ഈ അമ്മ പറഞ്ഞതാ, എല്ലാ ദിവസവും യേശുപ്പച്ചനോട് അപ്പയ്ക്ക് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം കേട്ടോ എന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ യാത്ര അയച്ചൊരു അപ്പനും അമ്മയും. ഞാൻ അവരെ വിശുദ്ധരായിട്ട് കരുതുന്നു. പിന്നീട് ആ ദേവാലയത്തിൽ ഞാൻ ശുശ്രൂഷിച്ച നാളുകളിൽ അവരെ കാണുമ്പോൾ ഞാൻ ചാടി നിൽക്കും. ഞാൻ അവരെ വിശുദ്ധരായിട്ട് കരുതുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ലോക സാഹചര്യങ്ങളിൽ, പ്രതിസന്ധികളിൽ, അസ്വസ്ഥതയിൽ നമ്മൾ ആകപ്പാടെ തകർന്നിരിക്കുക. പക്ഷെ അപ്പോഴും ചിന്തിച്ചോണം, ദൈവം നിന്നെ മറന്നിട്ടല്ല കേട്ടോ, ദൈവം നിന്നെ മറക്കുകയില്ല കേട്ടോ. ഇതെല്ലാം ആത്യന്തികമായിട്ട് നന്മയ്ക്കായിട്ട് വരുത്തുന്ന ഒരു ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ എന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കണം. നമ്മൾ പലപ്പോഴും പരാതി പറയാറുണ്ട്, അച്ഛാ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലല്ലോ, പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാത്തെങ്കിൽ ദൈവത്തിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ കുഴപ്പമാണ് കേട്ടോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്നോട് കോപിക്കരുത്. ഒരു ഭിക്ഷക്കാരൻ ഒരു വീട്ടിലേക്ക് വരുന്നു. ഹോളിമ്പൽ അടിക്കുന്നു, അമ്മേ തായെന്നൊക്കെ വിളിക്കുന്നു, അനക്കമൊന്നുമില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അവൻ ഹോളിമ്പൽ അടിക്കുന്നു, അമ്മേ തായെന്നൊക്കെ വിളിക്കുന്നു, അനക്കമൊന്നുമില്ല. അവൻ എന്നായും അടുത്ത വീട്ടിലേക്ക് പോകും. എന്നാൽ വന്ന് മുട്ടുന്നത് നിങ്ങളുടെ മകനോ മകളോ ആണെങ്കിലോ, മുട്ടുവീൻ തുറക്കപ്പെടുന്നൊരു വചനമുണ്ട്. വന്ന് മുട്ടുന്നത് നിങ്ങളുടെ മകനോ മകളോ ആണെങ്കിലും വന്ന് മുട്ടുന്നു, അനക്കമൊന്നുമില്ല. അമ്മ ചിലപ്പോൾ അടുക്കള തിരക്കിലായിരിക്കും. വീണ്ടും വന്ന് മുട്ടുന്നു, അനക്കമൊന്നുമില്ല. അമ്മ ചിലപ്പോൾ തുണി അലക്കാൻ തിരക്കിലായിരിക്കും. വീണ്ടും മുട്ടുന്നു, അനക്കമൊന്നുമില്ല. അമ്മ ചിലപ്പോൾ ഉച്ചസമയം ഉറങ്ങിപ്പോയി കാണും. പ്രിയപ്പെട്ടവർ, അവൻ ഈ പിച്ചക്കാരനെ പോലെ അയലോക്കത്തോട്ട് അയലോക്കത്തോട്ട് പോകത്തില്ല. 2 കാര്യങ്ങളാണ് കാരണം. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവനറിയാം ഉള്ളിലുള്ളത് എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണ്. ഉള്ളിലുള്ളത് എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണെന്നുള്ള ബോധം അവനുണ്ട്. ഈ വാതിൽ എൻ്റെ മുമ്പിൽ തുറന്നു കിട്ടാതെ പോവുകയില്ല. കാരണം ഉള്ളിലുള്ളത് എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണ്. രണ്ടാമതായിട്ട്, എനിക്ക് മുട്ടാൻ മറ്റൊരു വാതിലില്ല. വ്യാഴാഴ്ച ശിവ നമസ്കാരത്തിൽ, വ്യാഴാഴ്ച സന്ധ്യ നമസ്കാരത്തിനകത്ത് ചെല്ലാറുണ്ട്, അൻപുടയോനേ നിൻ വാതിലടച്ചെന്നാൽ മുട്ടി വിളിപ്പാൻ ഇല്ലയോ മറ്റൊരു വാതിൽ. എൻ്റെ അപ്പ, എൻ്റെ നേരെ നീ വാതിലടച്ചാൽ എനിക്ക് മുട്ടാൻ മറ്റൊരു വാതിൽ അറിയത്തില്ലപ്പാ. അപ്പാ, നീ എൻ്റെ നേരെ മുഖം തിരിച്ചാൽ, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, നീ എൻ്റെ മുഖം തിരിച്ചാൽ എനിക്ക് പിന്നെ ആരുടെ മുഖത്തേക്ക് നോക്കണം എന്ന് അറിയത്തില്ലപ്പാ. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ മറന്നാലും നിന്നെ മറക്കാത്തൊരു ദൈവമുണ്ട് കേട്ടോ. രണ്ടാമത്തെ ചിന്ത. അപ്പോൾ 1, എന്നെ വിട്ട് മാറാത്തൊരു ദൈവം എനിക്കുണ്ട്. 2, എന്നെ മറക്കാത്ത ഒരു ദൈവം എനിക്ക് ഉണ്ട്. മൂന്നാമത്തെ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. 84-ാം സങ്കീർത്തനം 11-ാം വചനത്തിൻ്റെ അവസാന ഭാഗമാണ്. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കിയില്ല. അപ്പോൾ എന്നെ വിട്ട് മാറാത്തൊരു ദൈവം എനിക്കുണ്ട്, എന്നെ മറക്കാത്തൊരു ദൈവം എനിക്കുണ്ട്. 3, ഒരു നന്മയും എന്നിൽ നിന്ന് മുടക്കാത്തൊരു ദൈവം. ദൈവത്തെക്കുറിച്ചുള്ള 3ാമത്തെ പരിജ്ഞാനമാണത്. ഒരു നന്മയും എന്നിൽ നിന്ന് മുടക്കാത്ത ഒരു ദൈവം എനിക്കുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ വിഷയം എന്താ? എല്ലാത്തിനും ഇറങ്ങിയാലും മുടങ്ങുന്ന അവസ്ഥയാണ്. വീട് വെക്കാൻ തുടങ്ങി, മുടങ്ങി. ബിസിനസ് തുടങ്ങി, അത് മുടങ്ങി. പുതിയ കോഴ്സ് പഠിക്കാൻ മക്കളെ വിട്ടു, 2 മാസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ അത് മുടക്കി വന്ന് നിൽക്കുന്നു. പക്ഷെ വേറെ വിഷയം കൂടി ഉണ്ട്, നേരോടെ നടക്കണം. നേരോടെ നടന്നാൽ നിന്റെ ജീവിതത്തിൽ ഒരു നന്മയും മുടക്കാത്തൊരു ദൈവമുണ്ട്. എൻ്റെ അമ്മയുടെ അപ്പനും അമ്മയ്ക്കും മക്കളില്ലാതെ പ്രാർത്ഥിച്ചു. അവർ മണർകാട് പള്ളിയാണ്. പ്രാർത്ഥിച്ച് 22 വർഷത്തിന് ശേഷമുള്ളതാണ് എൻ്റെ അമ്മ. വിവാഹശേഷം 22 വർഷത്തിന് ശേഷമുള്ളതാണ് എൻ്റെ അമ്മ. പ്രിയപ്പെട്ടവർ, 22 വർഷത്തിനിടയ്ക്ക് 6 പ്രാവശ്യം അമ്മച്ചി പ്രഗ്നൻ്റായി. 6 പ്രാവശ്യവും അബോട്ടായിപ്പോയി. 6ാമത്തെ പ്രാവശ്യം അബോട്ടായി പോയപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ഡോക്ടർ
ഇത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്ന ദിവസം എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും എൻ്റെ അമ്മച്ചിയുടെ അനിയത്തിയുണ്ട്, 3 പേരും കൂടി ഉണ്ട്. 3 പേരോടുമായിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുകയില്ല, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുകയില്ല. നിങ്ങളുടെ ഉദരത്തിന്, അമ്മച്ചിയോട് പറഞ്ഞു, നിങ്ങളുടെ ഉദരത്തിന് ജീവനുള്ളൊരു കുഞ്ഞിനെ നൽകുവാനുള്ള പ്രാപ്തിയില്ല, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടപ്പോൾ എൻ്റെ അപ്പച്ചൻ, എൻ്റെ അമ്മയുടെ അപ്പൻ, എൻ്റെ മാതാവിൻ്റെ ഒരു ഭക്തനാണ്, എൻ്റെ മാതാവെ എന്ന് വിളിച്ച് 2 കൈയും തലയ്ക്ക് വെച്ചുകൊണ്ട് നിലത്തോട്ടങ്ങ് ഇരുന്നു പോയെന്നാണ് പറയുന്നത്, എൻ്റെ അമ്മച്ചിയുടെ അനിയത്തി പറഞ്ഞത്. പക്ഷേ എല്ലാവരും ഒരു നിമിഷം ഒന്ന് പൊട്ടിക്കറിഞ്ഞു. പക്ഷേ അതിനുശേഷം എൻ്റെ അമ്മച്ചിൻ്റെ അതെന്നറിയാമോ, അമ്മച്ചി വലിയ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അമ്മച്ചി എൻ്റെ അപ്പച്ചനെ എഴുന്നേപ്പിച്ച് അങ്ങ് നിർത്തിയിട്ട് അവർ രണ്ടുപേരും കൈ ഓർത്ത് പിടിച്ചിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ഞങ്ങൾ ആരാധിക്കുന്നത് കല്ലിനെയോ മണ്ണിനെയോ കാറ്റിനെയോ ഒന്നുമല്ല, ജീവനുള്ള ദൈവത്തെയാണ്, ജീവനുള്ള ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ ജീവനുള്ള ഒരു കുഞ്ഞിനെ എൻ്റെ ഉദരത്തിൽ എൻ്റെ ദൈവം തരാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ചിന്തിക്കണം, ജീവനുള്ള ദൈവത്തെയല്ലേ നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് നീ നേരോടെ നടന്നാൽ, ദൈവത്തിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കി നേരോടെ നടക്കാൻ തയ്യാറായാൽ, നിന്റെ ജീവിതത്തിൽ ഒരു നന്മയും മുടക്കാത്തൊരു ദൈവമുണ്ട്. എന്നെ വിട്ട് മാറാത്തൊരു ദൈവം, എന്നെ മറക്കാത്തൊരു ദൈവം. 3, ഒരു നന്മയും എൻ്റെ ജീവിതത്തിൽ നിന്ന് മുടക്കാത്ത ഒരു ദൈവം എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാം. ഒരു നന്മയും മുടക്കാത്ത ഒരു ദൈവം എനിക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നേരോടെ നടക്കണം. അപ്പോൾ നേരോടെ നടന്നാൽ ഒരു നന്മയ്ക്കും മുടക്കം ഉണ്ടാക്കാത്തൊരു ദൈവം നിൻ്റെ ജീവിതത്തിലുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള സമയം തീരുന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. പെട്ടെന്ന് 4-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ്, എന്നെ വിട്ട് മാറാത്ത ദൈവമുണ്ട്, എൻ്റെ ജീവിതത്തിലൊരു നന്മയും മുടക്കാത്തൊരു ദൈവമുണ്ട്. 4-ാമത്തെ ദൈവത്തെക്കുറിച്ചുള്ള, പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള 4-ാമത്തെ പരിജ്ഞാനം 91-ാം സങ്കീർത്തനം 4-ാം വചനം. 91-ാം സങ്കീർത്തനം 4-ാം വചനം. അനർത്ഥങ്ങളിൽ നിന്ന് എന്നെ തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അതാണ് വചനം. അനർത്ഥത്തിൽ നിന്ന് നിന്നെ മറയ്ക്കുന്ന ഒരു കരമുണ്ട്, മറയ്ക്കുന്നവൻ. അപ്പോൾ എന്നെ വിട്ടു മാറാത്തവൻ, എന്നെ മറക്കാത്തവൻ, ഇതാ എൻ്റെ ജീവിതത്തിലൊരു നന്മയും മുടക്കാത്തവൻ. 4-ാമത്, അനർത്ഥത്തിൽ നിന്ന് എന്നെ മറയ്ക്കുന്നൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, തിരക്ക് പിടിച്ച ടൗണിലൂടെ യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടോ പ്രാഗൽഭ്യം കൊണ്ടോ അല്ലല്ലോ, ദൈവം പൊതിഞ്ഞു പിടിക്കുന്നത് കൊണ്ടല്ലേ, സ്വർഗത്തിലെ ദൈവം പൊതിഞ്ഞു പിടിക്കുന്നത് കൊണ്ടല്ലേ. അതുകൊണ്ട് ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നമ്മെ മറയ്ക്കുന്ന ഒരു കരമുണ്ട്, നമ്മെ മറച്ചു പിടിക്കുന്ന ഒരു ചിറകുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. 4-ാമത്തെ പരിജ്ഞാനം അതാണ്, അനർത്ഥത്തിൽ നിന്ന് എന്നെ മറയ്ക്കുന്ന ഒരു കരം എനിക്ക് ഉണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള 4-ാമത്തെ പരിജ്ഞാനം അതാണ്, അനർത്ഥത്തിൽ നിന്ന് എന്നെ മറയ്ക്കുന്ന ഒരു കരം. പ്രിയപ്പെട്ടവരെ, ഡിസംബർ മാസം 4-ാം തീയതി എൻ്റെ അടുത്ത സുഹൃത്ത് കോട്ടയത്ത് മെഡിക്കൽ കോളേജിനടുത്തൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. എന്നോട് വിളിച്ചു പറഞ്ഞു, അച്ഛൻ വന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, പകൽ വളരെ തിരക്കാണ്, വൈകുന്നേരം വരാം, കുടുംബസഹിതം പറയണം. കുടുംബസഹിതം വൈകുന്നേരം വരാം. 4-ാം തീയതി വൈകുന്നേരം, തിങ്കളാഴ്ചയാണ് വൈകുന്നേരം, ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും കൂടി പ്രിയപ്പെട്ടവരെ നേരെ അങ്ങോട്ട് പോവാം. പോകുന്ന വഴിക്ക് ഒരു സ്ട്രെയിറ്റ് റോഡുണ്ട്, ഒരുപാട് മരങ്ങളുണ്ട്, മെഡിക്കൽ കോളേജിനടുത്താണ്. അവിടെ വളരെ വേഗത്തിൽ, ഞങ്ങളങ്ങോട്ട് പോകുമ്പോൾ വളരെ വേഗത്തിൽ വന്ന ഒരു കണ്ടെയ്നർ ലോറി ഒരു മരത്തിന് ഇടിച്ചു. ഞാൻ അങ്ങോട്ട് പോകുന്നു, ലോറി ഇങ്ങോട്ട് വന്നു, ഒന്നും മനസ്സിലായില്ല. വലിയ 2 ശിഖരം, ഒന്ന് മുമ്പിലേക്കും ഒന്ന് കാറിൻ്റെ പുറകിലേക്കും വീണു, തകർന്ന് തരിപ്പണമായിപ്പോയി കാറ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. മൂത്തത് പെൺകുട്ടി, അവൾക്ക് 5 വയസ്സുണ്ട്. 2ാമത്തെ ചെറുക്കൻ കൊച്ചു ബേസിൽ, അവന് 3 വയസ്സുണ്ട്. ഇവർ 2 പേരും പുറകിലത്തെ സീറ്റിലാണ് ഇരിക്കുക. അതിന് തൊട്ട് 2 സെക്കൻഡ് മുമ്പ് ഇവർ തമ്മിൽ പുറകിൽ നിന്ന് വഴക്ക് പിടിച്ചപ്പോൾ ഞാൻ ഇവരെ ശാസിക്കുകയും ഒരു ചെറിയ ഞുള്ളു കൊടുക്കുകയും ഒരു അടി ഞുള്ളും കൊടുത്തു. ഇവരതിനകത്ത് പിണങ്ങി പരിഭവിച്ച് പുറകിൽ നിന്ന് ആ കൃത്യസമയത്ത് എഴുന്നേറ്റ് നേരെ മുമ്പിലേക്ക് വന്ന് എൻ്റെ ഭാര്യ എൻ്റെ തൊട്ടിപ്പുറം ഇരിപ്പുണ്ട്, അവളുടെ മടിയിലേക്ക് കയറിയിരുന്നു. ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഗതി അവിടെ തകർന്നു പോയി, ആ സീറ്റ് ഉൾപ്പെടെ തകർന്നു പോയി, ഫ്രണ്ടും തകർന്നു പോയി. പ്രിയപ്പെട്ടവരെ, ആളുകളെല്ലാം ഓടി വന്നു, വെട്ടിപ്പൊളിച്ച് വെളിയിലിറക്കി. പ്രിയപ്പെട്ടവരെ, എനിക്ക് വണ്ടിയുടെ അല്ല വിഷയം, ഭാര്യയ്ക്കും മക്കൾക്കും വല്ലതും പറ്റിയോ? ഞാൻ ഓടിച്ചെന്ന് നോക്കി, അവർക്കൊരു പോറൽ പോലും സംഭവിച്ചില്ല. കൃത്യം ഞാനും തൊട്ടിപ്പുറം ഇരിക്കുന്ന ഭാര്യയും ആ ഡ്രൈവിംഗ് സീറ്റും ഫ്രണ്ടിലെ 2 സീറ്റ്, ഈ 2 സീറ്റിലും ഒന്നും സംഭവിച്ചില്ല. ബാക്കി വണ്ടി മുഴുവൻ തകർന്ന് തരിപ്പണമായി. വലിയ 2 മരക്കുറ്റികളാണ് വീണത്, തകർന്ന് തരിപ്പണമായി പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവർക്കൊന്നും പറ്റിയില്ലെന്ന് മനസ്സിലായപ്പോൾ ഇവരെ നേരെ വീട്ടിൽ കൊണ്ടാക്കി തിരിച്ചു വന്നു. പോലീസുകാർ വന്നു, അത് വണ്ടിയെടുത്ത് പോലീസ് സ്റ്റേഷൻ്റെ വാതിൽക്കെ കൊണ്ടിട്ടു. എന്നോട് പറഞ്ഞു, അച്ഛാ SI ഇപ്പോൾ ഇല്ല, നാളെ അച്ഛൻ വന്ന് SIയുടെ GD എൻട്രി മേടിക്കണം. ആയിക്കോട്ടെ,
ഞാൻ പ്രിയപ്പെട്ടവരെ രാവിലെ ചെന്ന് നിൽക്കുക, SI വന്നിട്ടില്ല, കുപ്പായ ഇട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ എത്ര നേരം നിൽക്കുക. അതുകൊണ്ട് ഞാൻ അല്പം മാറി നിൽക്കുന്ന സമയത്ത് SI വന്നിറങ്ങിയിട്ട് നേരെ ഈ വണ്ടിയിലോട്ട് നോക്കിയിട്ട് ഒരു ചോദ്യം, എടോ എല്ലാം ചത്തോ, ആരെങ്കിലും ഉണ്ടോടോ? അതാണ് വണ്ടിയുടെ അവസ്ഥ. പപ്പടം പോലെയായിപ്പോയി വണ്ടി, എല്ലാം ചത്തോടോ, ആരെങ്കിലും ഉണ്ടോടോ? പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടപ്പോൾ ഞാൻ പിന്നീട് ആ പോലീസുകാരൻ, ഒരു കോൺസ്റ്റബിൾ ഉണ്ട്, പുള്ളിയുടെ പേര് ചോദിച്ചു. സതീശ് എന്നാണ് പേര്. ഒരു നായർ സമുദായത്തിൽപ്പെട്ട മനുഷ്യനാണ്. ഈ മനുഷ്യൻ ഇത് ഞാൻ കേട്ടോണ്ട് നിൽക്കുന്നു എന്ന് ഈ മനുഷ്യനറിയാം. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യന് എൻ്റെ മുഖത്തേക്ക്, SIയുടെ മുഖത്തേക്ക് നോക്കിയിട്ടൊരു ഡയലോഗ് പറഞ്ഞു. എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചൊരു ഡയലോഗാണ്. ആ മനുഷ്യനടിച്ച, ആ നായർ സമുദായത്തിൽപ്പെട്ട മനുഷ്യനടിച്ച ഡയലോഗ്, പോലീസുകാരടിച്ച ഡയലോഗ് എന്നറിയോ? അങ്ങനെ വല്ലതും ചാകുവോ സാറേ, ഇത് ജീസസിൻ്റെ ഒക്കെ സ്വന്തം ആളുകളല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ പറഞ്ഞതാ. ഞാൻ കരഞ്ഞുപോയി. എനിക്കില്ലാത്ത വിശ്വാസമാണ് മറ്റൊരാളെ വഴിയാ ദൈവം എന്നെ പഠിപ്പിക്കണത്. അങ്ങനെ വല്ലതും ചാകുവോ സാറേ, ഡയലോഗ് തിരിച്ചു പറയുക, മറുപടി എടുക്കുക. അങ്ങനെ വല്ലതും ചാകുവോ സാറേ, ഇത് ജീസസിന്റെ സ്വന്തം ആളല്ലേ എന്ന്. പ്രിയപ്പെട്ടവരെ, അനർത്ഥത്തിൽ നിന്ന് നിന്നെ മറയ്ക്കുന്ന ഒരു കരമുണ്ട്. അനർത്ഥത്തിൽ നിന്ന് നിന്നെ മറയ്ക്കുന്ന ഒരു കരമുണ്ട്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള 4ാമത്തെ പരിജ്ഞാനം അതായിരിക്കണം. അനർത്ഥത്തിൽ നിന്ന് എന്നെ മറയ്ക്കുന്ന ദൈവത്തിൻ്റെ ഒരു കരം എനിക്കുണ്ട്. ആ ദൈവത്തെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വിളിക്കുക. അപ്പം 4 ചിന്തകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് കണ്ടത്. 4 ചിന്തകളാണ് കണ്ടത്. ഒന്നാമത്, ഇതാ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണമെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നേടണം. 1ാമത്തെ പരിജ്ഞാനം, ഇതാ എന്നെ വിട്ടു മാറാത്തൊരു ദൈവമുണ്ടെന്നുള്ള പരിജ്ഞാനം. 2ാമത്തെ പരിജ്ഞാനം, എന്നെ മറക്കാത്തൊരു ദൈവം എനിക്കുണ്ടെന്നുള്ള പരിജ്ഞാനം. 3ാമത്തെ പരിജ്ഞാനം, ഒരു നന്മയും എന്നിൽ നിന്ന് മുടക്കാത്തൊരു ദൈവമുണ്ടെന്നുള്ള പരിജ്ഞാനം. 4, അനർത്ഥത്തിൽ നിന്ന് എന്നെ മറയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള പരിജ്ഞാനം. ഈ 4 പരിജ്ഞാനങ്ങൾ പ്രിയപ്പെട്ടവരെ നേടിയെടുക്കുവാൻ തക്കവണ്ണമാണ് ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 4 പരിജ്ഞാനമുള്ളവനെ മറ്റൊരു പ്രത്യേകത കൊണ്ടുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള ഈ 4 പരിജ്ഞാനം ലഭിച്ചവനെ ഈ ലോകത്തിൽ ആർക്കും തോൽപ്പിക്കാൻ ഒക്കുകയില്ല. അവനെ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ലഭിച്ചവനെ ഈ ലോകത്തിൽ ആർക്കും തോൽപ്പിക്കുവാൻ ഒക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ 4 പരിജ്ഞാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേറെ സഹായകമാണ്. എന്തിന്? അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ, ഈ 4 പരിജ്ഞാനങ്ങൾ ഊന്നിയുള്ളൊരു ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടച്ച് ഒന്ന് ആത്മാർത്ഥമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവദുരുസന്നിധിയിൽ പ്രിയപ്പെട്ട ഒരു ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. എന്നെ മറക്കാത്തൊരു ദൈവം എനിക്കുണ്ടെന്ന്, ഒരു നന്മ എൻ്റെ ജീവിതത്തിൽ നിന്ന് മുടക്കാത്തൊരു ദൈവമുണ്ടെന്ന്, അനർത്ഥത്തിൽ നിന്ന് എന്നെ മറയ്ക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ആ ബോധ്യത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം പാടിയ പാട്ട് ദൈവസ്നേഹം, പൊതിഞ്ഞു പിടിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചല്ലേ? ഒന്നും കൂടെ നമുക്കൊന്ന് പാടി ഈ സമയം നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവതിരുസന്നിധിയിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ടും ഒന്ന് സമർപ്പിച്ച് വിട്ടുകൊടുക്കാം. പ്രിയപ്പെട്ടവർ, ഈ സമയം നീ കൈകൂപ്പുമ്പോൾ, കൈവിരിച്ചു പിടിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി നിന്നെ തൊടുന്ന ദൈവമുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിന്നെ കൈനീട്ടി തൊടുന്നൊരു ദൈവമുണ്ട്. നീ കരയുമ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമുണ്ടെന്ന്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താ? നിന്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താ? നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളിക്കണ്ണ് നീ ആത്മാർത്ഥമായിട്ട് ഒഴുകുമെങ്കിൽ ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. പത്രോസ് പറഞ്ഞു, അതൊരു കാളരാത്രി ആകേണ്ടതാണ്. കാര്യം നിർജീവമാണ്, ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ കർത്താവിൻ്റെ ഒരു ഇടപെടലുണ്ടായപ്പോൾ അത് അനുഗ്രഹത്തിൻ്റെ രാത്രി എന്ന് പിന്നീട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഈ സമയം ദൈവതിരുസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ടൊന്ന് കണ്ണുകളടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാന്റെ കയ്യിലേക്ക് പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുക്കുമോ? എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. എല്ലാവരും ചേർക്കാം. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. അനർത്ഥങ്ങളിൽ ഞെരുക്കങ്ങളിൽ അതിശയമായെന്നെ മൂലം തേടുന്നു. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. ഇടയനെ പോലെ കരുതിയിടുന്നു, അമ്മയെ
പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ ഏറ്റെടുത്ത്. പൂർണ്ണമായിട്ടും ദൈവ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ സമയം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചന കൂടാരത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, അവിടുത്തെ ആണിപ്പോഴുള്ള ഉള്ളംകൈ വെച്ച് അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്തവരെ പോലെ കരയുന്ന മക്കൾ ഇവിടെ ഉണ്ട്. കർത്താവേ, എല്ലാവരും ഉണ്ടെങ്കിലും അനാഥരെ പോലെ ജീവിക്കുന്ന മക്കളുണ്ട് ഇവിടെ. കർത്താവേ, സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരു സ്നേഹത്തിന്റെ വാക്ക്, ഒരു സ്നേഹത്തിന്റെ നോട്ടം പോലും കൊതിക്കുന്ന മക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. കർത്താവേ, അങ്ങല്ലാതെ മറ്റാരും ആശ്രയമില്ലാത്ത മക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. കർത്താവേ, പൂർണ്ണമായി തമ്പുരാന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുക. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമോ? ദൈവ തിരുസന്നിധി കരയുന്നവൻ മനുഷ്യന്റെ മുമ്പിൽ കരയാൻ ദൈവം അനുവദിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പൈതലേ, ഇന്ന് നിന്റെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരും സ്വർഗത്തെ പിടിച്ച് കുലുക്കുവാനുള്ള പ്രാപ്തിയുണ്ട്. പാവപ്പെട്ട മനുഷ്യന്റെ കണ്ണുനീരിന് സ്വർഗത്തെ പിടിച്ച് കുലുക്കുവാനുള്ള പ്രാപ്തിയുണ്ട്. ഈ നിമിഷങ്ങളിൽ കർത്താവേ, വലിയ വിശ്വാസത്തോടെ നിന്റെ മക്കൾ പ്രാർത്ഥിക്കുമ്പോ ഇവരുടെ ഭവനം എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അവിടെ യാക്കോബ് കണ്ട ദർശനം പോലെ ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയിറങ്ങി ചെയ്യട്ടെ. അനുഗ്രഹത്തിന്റെ രാത്രി എന്നിവർ വിശേഷിപ്പിക്കാൻ തക്കവണ്ണം കർത്താവേ അവിടുന്ന് ഏറ്റെടുക്കണമേ. പൂർണ്ണമായിട്ടും പൊതിഞ്ഞു പിടിക്കുന്ന നിന്നെ സംരക്ഷിക്കുന്ന ദൈവം എന്നെ ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിലേക്ക് സമർപ്പിക്കുന്ന മഹാപരിശുദ്ധിയായ തമ്പുരാനെപ്പറ്റ അമ്മയോടും സകല പരിശുദ്ധന്മാരും ശുദ്ധിമന്തികളോടും ചേർന്ന് അപേക്ഷിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.